ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മന്നാക്കർനാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എഡ്യൂക്കേഷൻ സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യ ഭാഗത്ത് നമ്മൾ കിൻഡർ ഗാർട്ടൻ സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ക്ലാസ് റൂം കോൺവെർസേഷനായിരുന്നു എടുത്തിരുന്നത്. രണ്ടാമത്തെ ഒരു എഡ്യൂക്കേഷൻ സീരീസ് നമ്മൾ തുടങ്ങിയത് LP സെക്ഷൻ ടീച്ചേഴ്സും അവരുടെ കുട്ടികളും തമ്മിലുള്ള ക്ലാസ് റൂം കോൺവെർസേഷനായിരുന്നു. ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള കോൺവെർസേഷനായിരുന്നു. അതിൽ നമ്മൾ ഒരു പാർട്ട് ചെയ്തു കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ കുട്ടികളെ നമുക്ക് ക്ലാസ് റൂമിലേക്ക് പോകാം. ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വരികയാണ്. ടീച്ചർ ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി എന്നാണ് പറയുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി എന്ന് പറയാൻ കാരണം അത് ആഫ്റ്റർനൂൺ ക്ലാസ്സാണ്. കഴിഞ്ഞ സീരീസിലൊക്കെ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ടീച്ചർ കടന്നു വരുന്ന മോർണിംഗ് സെക്ഷനായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ ആഫ്റ്റർനൂൺ സെക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ടീച്ചർ കുട്ടികളോട് ഗുഡ് ആഫ്റ്റർനൂൺ പറയുമ്പം കുട്ടികളും തിരിച്ച് ഗുഡ് ആഫ്റ്റർനൂൺ മാം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ സാർ, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ, ഏത് വേണമെങ്കിലും പറയാം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. Now let us start our class. Everyone take out your science book. Okay ma, which chapter? Now let us start our class എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങാമെന്നാണ് ടീച്ചർ പറയുന്നത്. Everyone take out your science book എന്ന് പറഞ്ഞാൽ everyone എല്ലാവരും നിങ്ങളുടെ സയൻസിൻ്റെ ബുക്ക് എടുക്കുക. Okay ma'am, which chapter? ശരി, ഓക്കെ, അങ്ങനെ ആട്ടെ മാം. ഏത് ചാപ്റ്ററാണ്, വിച്ച് ചാപ്റ്റർ, ഏത് ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്? സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ഏത് ചാപ്റ്ററാണ്, ഏത് ലെസണാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. ചാപ്റ്റർ 3 ആനിമൽസ് അറൗണ്ട് അസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ആണ്, ആനിമൽസ് അറൗണ്ട് അസ് ആണ് എന്ന് കുട്ടികളോട് ടീച്ചർ പറയുന്നു. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ആനിമൽസ്. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ആനിമൽസ്. നമ്മൾ ഇന്ന് ആനിമൽസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആനിമൽസിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് കുറേ ആനിമൽസിൻ്റെ പേരറിയാവോ, അല്ലെങ്കിൽ കുറേ ആനിമൽസിൻ്റെ പേരൊന്ന് പറയാവോ, അല്ലെ ഈ ബ്ലാക്ക് ബോർഡിൽ വന്ന് എഴുതാവോ, അങ്ങനെയൊക്കെ കുട്ടികളോട് ടീച്ചർ ചോദിക്കാറുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ആനിമൽസിനെ പറ്റിയുള്ള ഒരു പാഠഭാഗമാണ്. അപ്പോൾ അതിൽ ആനിമൽസിൻ്റെ പേരറിയണം, അതിൻ്റെ സ്പെല്ലിംഗ് അറിയണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലെസൺ എന്ന് കുട്ടികളോട് ടീച്ചർ പറയുകയാണ്. ഹൂ ക്യാൻ ടെൽ മീ ദ നെയിംസ് ഓഫ് സം ആനിമൽസ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുമുള്ള കുറേ ആനിമൽസിൻ്റെ പേര് ആർക്ക് പറയാൻ പറ്റും? ഹൂ ക്യാൻ ടെൽ മീ ദ നെയിംസ് ഓഫ് സം ആനിമൽസ് ദേ നോ. അവർക്കറിയാവുന്ന ആനിമൽസിൻ്റെ പേര് പറയാനായിട്ട് ടീച്ചർ പറയുകയാണ്. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് കുറേ ആനിമൽസിൻ്റെ പേരുകൾ പറയുകയാണ്. ക്യാറ്റ്, ഡോഗ്, ലയൺ, ടൈഗർ, എലഫന്റ്, ഡീർ, leopard, like everyone know some names of some animals. അവരതൊക്കെ കൊച്ചു കുട്ടികൾക്ക് അറിയാവുന്ന കുറേ ആനിമൽസിൻ്റെ പേര്, അവരുടെ ഒരു ലെവലിൽ അവർക്കറിയാവുന്ന കുറേ ആനിമൽസിൻ്റെ പേരൊക്കെ പറയുകയാണ്. അപ്പോൾ ടീച്ചർ പറയുന്നു, വെരി ഗുഡ്, നല്ല കുട്ടികളാണ്. അപ്പം കുറച്ച് കുട്ടികൾ കൂടി പറയും. അങ്ങനെ എല്ലാ ഏകദേശം ഒരു 5-6 കുട്ടികളെ കൊണ്ടൊക്കെ നെയിംസ് പറയിപ്പിക്കും. അതുപോലെ തന്നെ അവർക്കറിയാവുന്ന ആനിമൽസിൻ്റെയൊക്കെ സ്പെല്ലിങ്സ് പറയിപ്പിക്കും. വേണമെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ റഫ് ബുക്കിൽ എഴുതിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കോൺവെർസേഷനൊക്കെ ക്ലാസ്സിൽ നടക്കുകയാണ്. ഗുഡ് ബോയ്, സിറ്റ് ഡൗൺ. ഓക്കെ, ടേക്ക് ഔട്ട് യുവർ നോട്ട്ബുക്സ് എവരിവൺ. ഗുഡ് ബോയ്, സിറ്റ് ഡൗൺ, നല്ല കുട്ടിയാണ്, ഇരുന്നോളാൻ പറഞ്ഞു. ടേക്ക് ഔട്ട് യുവർ നോട്ട്ബുക്സ് എവരിവൺ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്ക്, സയൻസിൻ്റെ നോട്ട്ബുക്ക് എടുക്കുക. പഠിക്കാൻ വേണ്ടിയാന്ന് പറയുകയാണ്. നോട്ട്ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ വേണ്ടിയാണ് മിസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കുട്ടി ചോദിക്കുന്നു, വിൽ യു ടേക്ക് എ ടെസ്റ്റ് മാം. നോട്ട്ബുക്ക് എടുക്കുന്ന ഇപ്പോൾ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയാണോ എന്ന്. വിൽ യു ടേക്ക് എ ടെസ്റ്റ് മാം. ഇപ്പം വിൽ യു എടുക്കുവോ, ഒരു ടെസ്റ്റ് എടുക്കുവോ. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. ടേക്ക് എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാ, ടെസ്റ്റ് പേപ്പർ. വിൽ യു ടേക്ക് എ ടെസ്റ്റ് മാം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ഇടാൻ പോവുകയാണോ, ഇപ്പം പഠിപ്പിച്ചതിനെ പറ്റി ടെസ്റ്റ് പേപ്പർ ഇടാൻ പോകണം, അതോ ഇപ്പം നമ്മൾ പഠിച്ച ആനിമൽസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് അതിന് സയൻസ് ക്ലാസ് അല്ലല്ലോ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു കോൺവെർസേഷൻ പഠിക്കുമ്പോൾ നമ്മളതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ക്ലാസ്സുകളിൽ അങ്ങനെ ടീച്ചിങ്ങിൻ്റെ ഒരു മെത്തേഡ് അനുസരിച്ച് ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞു. ആ സയൻസിൻ്റെ ആ ലെസൺ 3 ആനിമൽസ് അറൗണ്ട് അസ് പഠിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളൊരു കുറച്ച് ടൈമിൽ മിസ് റിവിഷന് വേണ്ടി ലെസൺ 2 പഠിപ്പിക്കാൻ പോവുകയാണ്. അതായത് ക്ലാസ്സിൽ റിവൈസ് ചെയ്ത് പഠിപ്പിച്ച്, അല്ലെങ്കിൽ കുട്ടികളെ അവിടെ തന്നെ ഇരുത്തി പഠിപ്പിക്കാനായിട്ടുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പം കുട്ടി ചോദിച്ചു, വിൽ യു ടേക്ക് എ ടെസ്റ്റ് മാം. അപ്പം ടീച്ചർ പറഞ്ഞു, ഇല്ല, നമ്മളിപ്പം ടെസ്റ്റിന് വേണ്ടിയല്ല, റിവിഷൻ നടത്താൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. നോ, ഇറ്റ് ഈസ് നോട്ട് എ ടെസ്റ്റ്, ഇറ്റ്സ് ജസ്റ്റ് ഫോർ യുവർ റിവിഷൻ.
all of you revise chapter 2 plants around us now. ഇപ്പം റിവിഷന് വേണ്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം കുട്ടികളോട് പറയുകയാണ്, ഇപ്പോൾ തേർഡ് ലെസൺ അല്ല നമ്മൾ പഠിക്കുന്നത്, സെക്കൻഡ് ലെസൺ നമ്മുടെ കഴിഞ്ഞ പാഠത്തിൻ്റെ റിവൈസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അടുത്ത ആഴ്ചയിൽ എക്സാമാണ്. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് വരികയാണ്. അപ്പം ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സിൻ്റെയും സിലബസും പോർഷനും ഒക്കെ ക്ലാസ് ടീച്ചറാണ് ക്ലാസ്സിൽ കൊടുക്കുന്നത്. അപ്പം ക്ലാസ് സിലബസ് കൊടുക്കാനുണ്ട്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ ലെസൺ റിവൈസ് ചെയ്തോളൂ എന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ ഏത് ലെസനാണ്? പ്ലാന്റ്സ് അറൗണ്ട് അസ് എന്ന ചാപ്റ്റർ 2 പഠിക്കാനാണ് ടീച്ചർ പറയുന്നത്. ഓൾ ഓഫ് യു റിവൈസ് ചാപ്റ്റർ 2 പ്ലാന്റ്സ് അറൗണ്ട് അസ് നൗ എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് യു, നിങ്ങളെല്ലാവരും റിവൈസ് എന്ന് പറഞ്ഞാൽ വീണ്ടും പഠിക്കുക. നമ്മളൊന്ന് പഠിച്ചു വെച്ച സാധനം വീണ്ടും പഠിക്കുന്ന തന്നെ റിവൈസ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 2ൻ്റെ പേരെന്താണ്? പ്ലാന്റ്സ് അറൗണ്ട് അസ്. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ ഈ ലെസൺ പഠിക്കാൻ പോകുന്നത്. ഓൾ ഓഫ് യു മേക്ക് ഷുവർ ടു സ്റ്റഡി ദിസ് ചാപ്റ്റർ തറോലി. ഓൾ ഓഫ് യു, നിങ്ങളെല്ലാവരും മേക്ക് ഷുവർ ആക്കുക. അതായത് മേക്ക് ഷുവർ, നിങ്ങൾ ഉറപ്പാക്കുക. മേക്ക് ഷുവർ എന്നാൽ നിങ്ങൾ ഉറപ്പാക്കുക. എന്താണ് ടു സ്റ്റഡി, പഠിക്കാൻ പോകുന്നത്. അതായത് എന്താണ്? ഈ ചാപ്റ്ററാണ്. സ്റ്റഡി ദിസ് ചാപ്റ്റർ തറോലി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാപ്റ്റർ 2 നന്നായിട്ട് പഠിച്ച് തറവായിട്ട് ഇരിക്കണം. അടുത്ത എക്സാമിന് വേണ്ടി ഫുള്ള് മാർക്ക് കിട്ടണം. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കാനാണ് ഇപ്പം തന്നെ ക്ലാസ്സിലിരുന്ന് പഠിച്ചോളാൻ പറയണം. അപ്പോൾ മാം ഐ ഹാവ് മെമ്മറൈസ്ഡ് ഓൾ ദി ആൻസേഴ്സ്. അപ്പോൾ ഒരു കുട്ടി പറയുകയാണ്, മാം ഐ ഹാവ് മെമ്മറൈസ്ഡ് ഓൾ ദി ആൻസേഴ്സ്. ഞാൻ നേരത്തെ തന്നെ എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനിയൊന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, വെറുതെ കളിക്കാമെന്നുള്ള രീതിയിലാണ് കുട്ടികൾ പറയുന്നത്. ഒരു കൊച്ചു പറയുന്നത് മാം ഐ ഹാവ് മെമ്മറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഐ ഹാവ് മെമ്മറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി. അതായത് ഇപ്പം തന്നെ ഞാൻ നേരത്തെ പഠിച്ചായിരുന്നു, ഇപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മെമ്മറിയിൽ കിട്ടും. അതായത് മെമ്മറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർമ്മ പുതുക്കി. ഐ ഹാവ് മെമ്മറൈസ്ഡ് ഓൾ ദി ആൻസേഴ്സ്. ഇപ്പം തന്നെ എനിക്ക് എല്ലാ ആൻസേഴ്സും ഓർമ്മ വന്നു. ഞാനിപ്പോൾ പഠിച്ചപ്പോൾ എനിക്കെല്ലാം ഓർമ്മ വന്നു, ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നാണ് കുട്ടി ഉദ്ദേശിക്കുന്നത്. മാം വി നീഡ് ദ സിലബസ് ഫോർ ദി എക്സാം ആസ് വെൽ. നേരത്തെ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് അടുത്ത ആഴ്ചയിൽ യൂണിറ്റ് ടെസ്റ്റാണ്. അപ്പം ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് സിലബസ് ഒക്കെ ക്ലാസ് ടീച്ചറാണ് കൊടുക്കുന്നത്. എല്ലാ സബ്ജക്റ്റിൻ്റെയും പോർഷനും സിലബസും അതുപോലെ തന്നെ ഡേറ്റും ടൈമും ഒക്കെയുള്ള നമ്മുടെ ടൈം ടേബിൾ ഉണ്ടല്ലോ, ആ ടൈം ടേബിളൊക്കെ ക്ലാസ് ടീച്ചറാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. LP സെക്ഷനിലെ കുട്ടികളാണല്ലോ, അപ്പോൾ അവർക്കെല്ലാം എഴുതി അവരെല്ലാം ചെയ്തു ഒന്ന് ചെക്ക് ചെയ്ത് സൈൻ ചെയ്യുക എന്നുള്ളതൊക്കെ LP സെക്ഷൻ ടീച്ചേഴ്സിൻ്റെ കടമയാണ്. അവരതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം മാം വി നീഡ് ദ സിലബസ് ഫോർ ദി എക്സാം ആസ് വെൽ. അപ്പോൾ കുട്ടികൾ ടീച്ചറിനെ ഒന്ന് ഓർപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് സിലബസ് തരാമോ, ഞങ്ങൾക്ക് ഇപ്പോൾ എക്സാമിൻ്റെ സിലബസ് ഇപ്പോൾ വേണം. വി നീഡ് ഞങ്ങൾക്ക് ഇപ്പോൾ വേണം. വി നീഡ് ദ സിലബസ് ഫോർ ദി എക്സാം ആസ് വെൽ. ഞങ്ങൾക്ക് എക്സാമിൻ്റെ സിലബസും ഇപ്പോൾ വേണം. ഫോർ ദി എക്സാം ആസ് വെൽ, അതും ഇപ്പം തന്നെ വേണം. ഞങ്ങൾ പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ സിലബസ് തരാവോ എന്നാണ് കുട്ടികൾ ടീച്ചറിനോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ടീച്ചറിനെ ഓർമ്മപ്പെടുത്തുന്നത്. എക്സാമിൻ്റെ ടൈം ടേബിൾ തരാനായിട്ട് ടീച്ചറിനെ കുട്ടികൾ ഓർമ്മപ്പെടുത്തുകയാണ്. യെസ്, യു വിൽ ഗെറ്റ് യുവർ സിലബസ് വിതിൻ 2 days. അതായത് നിങ്ങൾക്ക് 2 ദിവസത്തിനകം തന്നെ നിങ്ങളുടെ സിലബസൊക്കെ ഞാൻ തരും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇപ്പം പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ പാഠത്തിൻ്റെ ഒരു ടെസ്റ്റ് നടത്താം. അതായത് പ്ലാന്റ്സ് അറൗണ്ട് അസ് എന്ന സെക്കൻഡ് ലെസൺ മെമ്മറൈസ് ചെയ്തു. കുറേ കുട്ടികൾ പറഞ്ഞു ഞങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ പഠിച്ചു കഴിഞ്ഞതൊന്ന് വെറുതെ ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളെ ക്ലാസ്സിൽ ടീച്ചേഴ്സിന് അറിയാം, റിവിഷൻ ടെസ്റ്റ് നടത്താറുണ്ട്. അതിന് വലിയ മാർക്കൊന്നും നമ്മൾ കൗണ്ടബിൾ അല്ല, നമ്മളൊന്നും മാർക്കൊന്നും എഴുതിയെടുക്കാറില്ല. ജസ്റ്റ് കുട്ടികൾക്ക് റിവിഷനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലാസ് ടെസ്റ്റ് ചുമ്മാ റിവിഷൻ ടെസ്റ്റ് നടത്താറുണ്ട് റിവിഷൻ്റെ ടൈമിൽ. അപ്പോൾ ഈ ആഴ്ച മുഴുവൻ നമ്മൾ റിവൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്കറിയാം LP സെക്ഷനിൽ ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂളിലെ കുട്ടികൾ ഇന്ന് ടീച്ചേഴ്സിനറിയാം. അവരെല്ലാം ഒരു നെക്സ്റ്റ് വീക്കിൽ എക്സാം ആണെങ്കിലും യൂണിറ്റ് ടെസ്റ്റ് ആണെങ്കിലും സെമസ്റ്റർ എക്സാം ആണെങ്കിലും തലേ ആഴ്ച റിവിഷൻ നടത്തും. കൊച്ചുകുട്ടികളെ ക്ലാസ്സിൽ വെച്ച് തന്നെ റിവൈസ് ചെയ്യിപ്പിച്ച് റിവിഷൻ ടെസ്റ്റും ഒക്കെ ക്ലാസ്സിൽ നടത്തി അത് അന്നേരം തന്നെ ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ടീച്ചർ പറയുകയാണ്, ആൻഡ് നൗ എവരി വൺ സോൾവ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ടെസ്റ്റ് പേപ്പർ ബുക്ക്. ആൻഡ് നൗ എവരി വൺ, നിങ്ങളെല്ലാവരും ഇപ്പോൾ, നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, എവരി വൺ
എല്ലാവരും സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സിൻ്റെയൊക്കെ നമ്മൾ പറയും സോൾവ് പ്രോബ്ലംസ് എന്ന് പറയും. അതുപോലെ സയൻസിൻ്റെയും ആൻസർ എഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക. സോൾവ് ദീസ് ക്വസ്റ്റ്യൻസ്, അതായത് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുക. സോൾവ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ടെസ്റ്റ് പേപ്പർ ബുക്ക്. നിങ്ങളുടെ ടെസ്റ്റ് പേപ്പർ ബുക്കിൽ ഇപ്പോൾ തന്നെ ഈ ആൻസേഴ്സൊക്കെ എഴുതുക. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് തരാമെന്നാണ് ടീച്ചർ പറയുന്നത്. ഐ ഹാവ് കംപ്ലീറ്റഡ് മാം. അപ്പോൾ മരിയ എന്നൊരു കുട്ടി ടെസ്റ്റ് എഴുതി കഴിഞ്ഞു, അതായത് റിവിഷൻ ടെസ്റ്റ് എഴുതി കഴിഞ്ഞു, എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഓൾ റൈറ്റ് ലെറ്റ് മീ ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യാൻ അനുവദിക്കൂ. ലെറ്റ് മീ ചെക്ക് നമ്മളത് ഇംഗ്ലീഷിൽ അതിൻ്റെ ഒരു എന്നെ അനുവദിച്ചാലും എന്ന് പറയുകയാണ്. അപ്പം ഓൾ റൈറ്റ് ലെറ്റ് മീ ചെക്ക്, ഞാൻ നിൻ്റെ നോട്ട്ബുക്ക് ഒന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ മരിയയുടെ ടെസ്റ്റ് പേപ്പർ ബുക്ക് എടുത്ത് ടീച്ചർ ചെക്ക് ചെയ്യാണ്. വെരി ഗുഡ് മരിയ ബട്ട് ദെയർ ആർ സം സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. വെരി ഗുഡ് മരിയ എന്ന് പറഞ്ഞാൽ നന്നായിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ എപ്പോഴും എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത. കുറച്ച് മോശമാണെങ്കിൽ പോലും നമ്മൾ വെരി ഗുഡ് എന്ന് പറയാവുള്ളൂ. അങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വെരി ഗുഡ് മരിയ ബട്ട് ദെയർ ആർ സം സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. എന്നാലും കുഴപ്പമില്ല, വെരി ഗുഡാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദെയർ ആർ സം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. കുറച്ച് ചെറുതായിട്ടൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. സാരയില്ല എന്നാണ് പറഞ്ഞത്. വെരി ഗുഡ് മരിയ ബട്ട് ദെയർ ആർ സം സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ട്രൈ ടു ഫോക്കസ് ഓൺ യുവർ സ്പെല്ലിങ്സ് ആസ് വെൽ എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ്സ് നോക്കണം. അതായത് കുറേ വാക്കുകൾ പഠിച്ചാൽ പോരാ, കുറേ വേർഡ്സ് പഠിച്ചാൽ പോരാ, വേർഡ്സ് കറക്റ്റായിട്ട് സ്പെൽ ചെയ്യണം. എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കണം. അതിൻ്റെ ലെറ്റേഴ്സൊക്കെ കറക്റ്റ് സ്ഥാനത്ത് വന്നാലുള്ളൊരു കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ളൊരു വേർഡ് ആവുള്ളൂ. അപ്പോൾ കുട്ടികളോട് പറയുകയാണ്, പ്രത്യേകിച്ച് മരിയോട് പറയുകയാണ്, സ്പെല്ലിങ്സ് ഒക്കെ നിങ്ങൾ നോക്കണം. നിൻ്റെ സ്പെല്ലിങ്സ് ഒക്കെ കുറേ തെറ്റുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഇനി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ പഠിക്കണം, എഴുതി പഠിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി എഴുതുന്നതാണ് ടീച്ചർ പറയുന്നത്. അപ്പം കുട്ടി പറയാം, മരിയ പറയണം ഓക്കെ മാം ഐ വിൽ ട്രൈ. ഓക്കെ മാം ഐ വിൽ ട്രൈ, ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞത്. ഐ വിൽ ഡൂ എന്നല്ല പറഞ്ഞത്, ഐ വിൽ ട്രൈ, ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഐ പറഞ്ഞാൽ കുട്ടി പറയുകയാണ് ഞാൻ ചെയ്തോളാം. സോറി മാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഓക്കെ മാം ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളായിരുന്നു ഐ വിൽ ട്രൈ, ഞാൻ ചെയ്തോളാം മാം എന്നാണ് കൊച്ചു പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, നോട്ട് ഡൗൺ യുവർ ഹോംവർക്ക്. അപ്പോൾ ആ ക്ലാസ് തീരാറായിട്ടുണ്ട്, ബെല്ലടിക്കാറായിട്ടുണ്ട്. അപ്പം ടീച്ചർ എല്ലാവരുടെയും ടെസ്റ്റ് പേപ്പർ ബുക്ക് റിവിഷൻ ടെസ്റ്റ് നടത്തിയത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളവർക്ക് സ്പെല്ലിംഗ് പഠിക്കാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അടുത്ത ഈ പീരീഡ് തീർന്ന് അപ്പം ഇവർക്ക് ഹോംവർക്കിൻ്റെ ടൈമാണ്. ഒരു പീരീഡ് നമ്മൾ അവസാനിക്കുമ്പോൾ ഹോംവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നാളത്തേക്ക് പഠിക്കാനുള്ള ഹോംവർക്ക് എന്താണെന്നാണ് ടീച്ചർ പറഞ്ഞത്. റീഡ് ചാപ്റ്റർ 3 ആനിമൽസ് അറൗണ്ട് അസ് 2 times. നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ, ഈ പീരീഡ് തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ചത് 3 ആണ്. അതായത് നമ്മൾ പഠിച്ചത് ചാപ്റ്റർ 3 ആനിമൽസ് അറൗണ്ട് അസ് ആണ്. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ വായിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വായിപ്പിക്കാനായിട്ട് നേരം കിട്ടിയിട്ടില്ല. അപ്പം കുട്ടികളോട് വീട്ടിൽ പോയി വായിച്ചു പഠിക്കണം. അപ്പം പേരൻസിൻ്റെ ഹെൽപ്പ് കിട്ടും തീർച്ചയായിട്ടും. LP സെക്ഷനിലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് പേരൻസ് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് വായിക്കാനായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനെ തന്നെ ആശ്രയിച്ച ടീച്ചേഴ്സ് തന്നെ ഓരോ കുട്ടികളെയും വായിപ്പിച്ച് ടൈം കിട്ടുകയില്ല. അപ്പം ഒരു പീരീഡിൽ പഠിപ്പിക്കണം, അതിൻ്റെ ഇപ്പോൾ റിവിഷൻ ടെസ്റ്റ് നടത്തി, നോട്ട് കൊടുത്തു, പിന്നെ റീഡിങ്ങിന് എല്ലാത്തിനൂടെ ടീച്ചറിന് ഓരോരുത്തരെയും വായിപ്പിക്കാനായിട്ട് സമയം കിട്ടില്ല. 1-2 പേരൊക്കെ വായിക്കും. അപ്പം കുറച്ച് പുറകോട്ടായിട്ടുള്ള കുട്ടികൾക്കൊക്കെ വായിക്കാൻ പഠിക്കണമെങ്കിൽ വീട്ടിൽ പേരൻസിൻ്റെ ഹെൽപ്പ് കൂടിയേ പറ്റുള്ളൂ. അപ്പം പേരൻസ് കുട്ടികളെ സഹായിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ റീഡിംഗ് ടെസ്റ്റ് എന്നൊരു ഹോംവർക്ക് കുട്ടികൾക്ക് ടീച്ചേഴ്സ് കൊടുത്തു വിടുന്നത്. അപ്പോൾ റീഡ് ചാപ്റ്റർ 3 ആനിമൽസ് അറൗണ്ട് അസ് 2 times 2 പ്രാവശ്യം വായിച്ചിട്ട് അത് ഒരു സൈനും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരും. നിങ്ങൾക്കൊക്കെ അറിയാം, ടീച്ചേഴ്സിനറിയാം, കുട്ടികൾക്കും അറിയാം. നമ്മൾ കുട്ടികൾ വായിച്ചിട്ടുണ്ട് എന്ന് പേരൻസിനെയാണ് വായിച്ച് കേൾപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ പേരൻസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് വായിക്കേണ്ടത്. അപ്പോൾ അത് ആ ഹോംവർക്ക് ചെയ്തു എന്ന് ടീച്ചേഴ്സ് അറിയുന്നത് റീഡ് ചെയ്തപ്പോൾ ഏത് പാസേജ് ഇപ്പോൾ ഒരു ലെസണാണ് വായിക്കുന്നതെങ്കിൽ ആ ലെസൻ്റെ അവിടെ പേരൻസിൻ്റെ സിഗ്നേച്ചർ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. ഞാൻ എപ്പോഴും പറയാനുണ്ടായിരുന്നൊരു കാര്യമാണത്. അപ്പോൾ റീഡ് ചെയ്തിട്ട് പേരൻസിന് സിഗ്നേച്ചർ ഇല്ലാത്ത കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ആരാണ് വായിക്കാത്തത്. അപ്പോൾ അവരെ നമുക്കൊന്ന് വായിപ്പിച്ച് നോക്കുകയോ ക്ലാസ്സിൽ വായിപ്പിച്ച് നോക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ റീഡിംഗ് ടെസ്റ്റ് പിറ്റേ ദിവസം നടത്തുകയെന്നാണ് ടീച്ചർ പറയുന്നത്. ഐ വിൽ കണ്ടക്ട് എ റീഡിംഗ് ടെസ്റ്റ് ടുമോറോ. ഞാൻ നാളെ ഒരു റീഡിംഗ് ടെസ്റ്റ് നടത്താൻ പോവുകയാണ്.
അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ ലെസൺ 3 ഇന്ന് പഠിപ്പിച്ച ലെസൺ 3 അത് ഏതാണ് ലെസൺ? ആനിമൽസ് അറൗണ്ട് അസ്. വെരി ഈസി ആയിട്ടുള്ള ലെസണാണ്. കുട്ടികൾക്കൊക്കെ ആനിമൽസിൻ്റെ പിക്ചേഴ്സും ഒക്കെ കണ്ട് അത് വെരി ഇൻട്രസ്റ്റിംഗ് ആണ് വായിക്കാനായിട്ട്. അപ്പോൾ ലെസൺ 1 വീട്ടിൽ പോയി 2 പ്രാവശ്യം വായിച്ച് പേരൻസിന് സൈനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. നാളെ ഐ വിൽ കണ്ടക്ട് എ റീഡിംഗ് ടെസ്റ്റ് ടുമോറോ. നാളെ ഒരു റീഡിംഗ് ടെസ്റ്റ് നടത്തും എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കുകയാണ്. ആൻഡ് റിവൈസ് സെക്കൻഡ് ചാപ്റ്റർ തറൗലി. അതായത് നമ്മൾ ഇന്ന് റിവിഷൻ ടെസ്റ്റ് നടത്തിയ ആ ലെസൺ വീണ്ടും നിങ്ങൾ നന്നായിട്ട് വീട്ടിലിരുന്ന് അതും ഒരു ഹോംവർക്കായിട്ട് പറയുകയാണ്. കാരണം അടുത്ത ആഴ്ച യൂണിറ്റ് ടെസ്റ്റാണ്. അപ്പം അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി നിങ്ങൾ ലെസൺ 2 നല്ല തറവായിട്ട് പഠിക്കണം. ഏതാണ് ലെസൺ 2? പ്ലാന്റ്സ് അറൗണ്ട് അസ് എന്ന ലെസൺ 2 നന്നായിട്ട് റിവൈസ് ചെയ്യുകയും ചെയ്യണമെന്ന്. ആൻഡ് റിമെമ്പർ റിവൈസ് സെക്കൻഡ് ചാപ്റ്റർ തറൗലി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാഠം നന്നായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് വരിക. താങ്ക് യു ക്ലാസ്. താങ്ക് യു ക്ലാസ് എന്ന് പറഞ്ഞാൽ താങ്ക് യു സ്റ്റുഡൻസിനോ താങ്ക് യു ഡിയേഴ്സിനോ താങ്ക് യു എവരി വണെന്നോ താങ്ക് യു ക്ലാസ്സിനോ എന്ത് വേണമെങ്കിലും ടീച്ചേഴ്സിന് ഉപയോഗിക്കാവുന്നത്. അപ്പം കുട്ടികളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ സീ യു ഓൾ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോവുകയാണ്. അപ്പം കുട്ടികൾ എഴുന്നേറ്റ് നിന്നിട്ട് ഓക്കെ മാം, ഗുഡ് ബൈ മാം എന്ന് പറയാം. അതായത് ഇന്നത്തെ ഒരു ക്ലാസ് തീർന്നു, ഈ ആഫ്റ്റർനൂൺ ക്ലാസ് ആയിരുന്നു. ടീച്ചറിനെ ഇനി നാളെ കാണുള്ളൂ. അപ്പം കുട്ടികൾ ടീച്ചറിനോട് ഓക്കെ മാം, ഗുഡ് ബൈ മാം എന്ന് പറയുകയാണ്. അപ്പം സീ യു ഓൾ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് കാണാവുന്നതാണ്. സീ യു ഓൾ നെക്സ്റ്റ് ടൈം, അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോകുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും ഓക്കെ മാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് കുട്ടികൾ ടീച്ചറിന് ഗുഡ് ബൈ മാം എന്ന് പറയുന്നു. ടീച്ചറും ഗുഡ് ബൈ പറഞ്ഞ് ക്ലാസ് തീരുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുകയാണ്. നമുക്ക് LP സെക്ഷനിലെ കുട്ടികളുടെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും വേണ്ടിയുള്ളൊരു കോൺവെർസേഷൻ ക്ലാസ്സാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പം ഇതിനകത്തുനിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന ഫ്രഷ് ഹാൻഡ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, അതായത് മലയാളം മീഡിയം സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ട് വന്ന ടീച്ചേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് നടത്തിയത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടൊക്കെ വേണം നമ്മൾ കുട്ടികളോട് ഇടപെടാനും അവരോട് പഠിപ്പിക്കാനും. വലിയ ലെക്ചർ മെത്തേഡൊന്നും പറ്റത്തില്ല. അപ്പോൾ LP സെക്ഷനിലെ കുട്ടികളെയും KG സെക്ഷനിലെ കുട്ടികളെയും പ്രീ സ്കൂൾ കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് വളരെയധികം ക്ഷമ വേണം. അവരുടെ കൂടെ ആയിരിക്കണം, അവരെ പോലെ തന്നെ ആയിരിക്കണം, അവരുടെ ഒരു ലെവലിലേക്ക് കടന്നു വരണം, അവരുടെ അമ്മയായിട്ട് ഫീൽ ചെയ്യണം. എപ്പോഴും ഞാൻ എൻ്റെ കുട്ടികളെയൊക്കെ കുട്ടികൾ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കും നമ്മുടെ മക്കളെ എന്നുള്ളൊരു സ്നേഹത്തോടു കൂടിയായിരുന്നു നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ടീച്ചേഴ്സ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എല്ലാ കുട്ടികൾക്കും കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല കുട്ടികളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ പറ്റുന്ന, അവരോട് ക്ഷമയോടെ കേൾക്കുന്ന, അവർ വീട്ടിലെ കാര്യങ്ങളെല്ലാം വന്ന് പറയും, അതെല്ലാം ക്ഷമയോടെ കേൾക്കുന്ന, നല്ല സ്നേഹവും സൗഹാർദ്ദപരവുമായ ഒരു ഇടപെടൽ വേണം ടീച്ചേഴ്സിന് കുട്ടികളോട് വേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിൽ CBSE സ്കൂളിലെ കുട്ടികളോട് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം. ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ച് അവരുടെ വൊക്കാബുലറിയൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വളരെയധികം അത്യാവശ്യമാണ്. അതിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്നോർത്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഈ വീഡിയോ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. കൊച്ചുകുട്ടികളൊക്കെ KG സെക്ഷനിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു എലാബറേറ്റ് ആയിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീണ്ടും എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. അത് 5 പാർട്ടായിട്ട് ചെയ്തായിരുന്നു. ഇതിപ്പോൾ ഞാൻ 2 പാർട്ടായി ചെയ്യുന്നുള്ളൂ. LP സെക്ഷൻ ഏകദേശം KG സെക്ഷൻ ടീച്ചേഴ്സിൻ്റെ അതേ ലെവലിൽ തന്നെ ഒരു ഇച്ചിരിയും കൂടെ ഒരു ഗ്രേഡ് കൂട്ടിയെന്ന് മാത്രമുള്ള സെൻറ്റൻസിനൊക്കെ. അപ്പം അതും കാണാൻ നിങ്ങൾക്ക് ഈ KG സെക്ഷനിലെ കോൺവെർസേഷനും കാണാം, LP സെക്ഷനിലെ കോൺവെർസേഷനും കാണാം. രണ്ടും കൂടെ ഒന്നിച്ചെടുത്തുകൊണ്ട് അതിനകത്ത് കുറേ വേഴ്സുകളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മലയാളം മീഡിയം സ്കൂളിലെ പഠിച്ച കുട്ടികൾക്കാണ് കേട്ടോ, അല്ലാതെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ച് വന്ന ടീച്ചേഴ്സൊക്കെ എന്നെക്കാളൊക്കെ നല്ല ബെറ്ററായിട്ട് ക്ലാസ് കൈകാര്യം ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. അവരെ ഉദ്ദേശിച്ചല്ല, മലയാളം മീഡിയത്തിലെ ടീച്ചേഴ്സിന് വേണ്ടിയാണ്. അപ്പം നമ്മുടെ LP സെക്ഷൻ്റെ കോൺവെർസേഷൻ, ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും കോൺവെർസേഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തത് അപ്പർ പ്രൈമറി അല്ലെങ്കിൽ UP സെക്ഷൻ കുട്ടികളുടെ ക്ലാസ്സാണ്. അതായത് അവരുടെ കോൺവെർസേഷൻ, അവരുടെ ടീച്ചേഴ്സും കുറച്ചുകൂടി ഗ്രേഡ് കൂടിയതായിരിക്കും. UP സെക്ഷനിലെ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവുന്നതിന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കമൻറ്റ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഇതിനു മുമ്പ് ചെയ്ത കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ
എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക.